ഹായ് ഓൾ, ഇന്നുണ്ടാക്കാൻ പോകുന്ന നല്ല ക്രീമി റിച്ച് ഫ്ലേവറുള്ള ഒരു പുഡിംഗാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പക്ഷെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ബട്ടർ ഫ്ലേവറിലുള്ള 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്യുന്ന ട്രേ കുറച്ച് വലുതായതുകൊണ്ടാണ് 2 പാക്കറ്റ്. നിങ്ങൾ ചെറുതാണെങ്കിൽ 1 എടുത്താൽ മതി. അതിന് നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇതൊന്ന് പൾസ് മോഡിൽ വെച്ച് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല നൈസ് പൗഡർ ആക്കണമെന്നില്ല, ഇതുപോലത്തെ ഒരു ടെക്സ്ചറിൽ ആയാൽ മതി. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തത്. ഇതിനി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. നെയ്യ് ബിസ്ക്കറ്റിൽ അബ്സോർവ് ആയിട്ട് വെറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അത് സെറ്റ് ആവണം. അങ്ങനെ ആണെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ട്രെയിലാണോ സെറ്റ് ആക്കാൻ വിചാരിച്ചാൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ല ഈവൻ ആയിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 2 to 3 മിനിറ്റ് സമയം എടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഈവനായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ ഷുഗറും 1 കപ്പ് പാലും. കുക്ക് ചെയ്യുന്ന മുമ്പ് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. എൻ്റെ ചാനലിൽ ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ആയിരിക്കും ഇൻഷാല്ലാ ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അന്നേരം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വക ചെറിയൊരു സമ്മാനം. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ യൂസ് ചെയ്തത് പൗഡർ വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് നോർമൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല സ്റ്റിഫ് പീക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ആയിരിക്കണം. സെക്കൻഡ് ലെയർ കൊടുക്കുന്നത് ബ്രെഡ് ആയതുകൊണ്ട് ഞാനൊരു 4 to 5 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ക്യൂബ് ഷേപ്സിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഒരു 4 പീസാക്കി ഞാൻ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത ബ്രെഡ് നമുക്കിപ്പോൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റേർഡും ഇപ്പോൾ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീമും നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്താൽ മതി, ഓവർ മിക്സ് ചെയ്യരുത്, അല്ലെങ്കിൽ നല്ലോണം ലൂസായി പോവും. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ പ്രസ് ചെയ്ത് മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ പകുതി മിക്സ്ചർ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈവനായിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പറയുമ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇതൊരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് റെഡിയാവും കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുത്തത്. ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്രെഡ് ഡ്രൈ തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ മിൽക്ക് മിക്സ്ചറിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എൻ്റെ ബ്രെഡ് അത്യാവശ്യം മോയ്സ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ പകുതി മാറ്റി വെച്ച മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റ് ലെയറാണ്. നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സ്പ്രിങ്കിൾ ചെയ്തെടുക്കാം. ഇത് കാണാനും നല്ലതാണ്, ടേസ്റ്റും നല്ലതായിരിക്കും. സമയം ഉണ്ടെങ്കിൽ 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം, സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം കമൻറ്റിൽ പറയാം. നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റ് ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ ഗീവ് അവേ വരുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.